വയസ്സാവുന്ന ആളുകൾക്ക് മിക്കവാറും വരുന്ന ഒരു പ്രശ്നമാണ് ആർത്രൈറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആകണം എന്നൊന്നുമില്ല, ഇപ്പോൾ എല്ലാ പ്രായത്തിലുള്ളവർക്കും ആർത്രൈറ്റീസ് എന്ന് പറയുന്ന രോഗം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഇതിൻ്റെ ആയുർവേദ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ഗവൺമെൻറ് ആയുർവേദ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആനന്ദ്. ഡോക്ടർ വെൽക്കം. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആർത്രൈറ്റീസ് ആയുർവേദത്തിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും? ഇപ്പോൾ ആർത്രൈറ്റീസ് ഉള്ള ആൾക്കാർ മുട്ടുമാറ്റി വെക്കുന്നു, ശസ്ത്രക്രിയകൾ നടത്തുന്നു, പല ചികിത്സകളിലേക്ക് അവർ മാറുന്നുണ്ട്. പക്ഷേ ആർത്രൈറ്റീസ് നമുക്ക് ആയുർവേദത്തിലൂടെ എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത്? എന്താണ് ഈ ആർത്രൈറ്റീസ്, എന്തുകൊണ്ട് വരുന്നു? ഓക്കെ, ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജോയിൻറ്റ് ഡിസോർഡറാണ്. നമ്മുടെ ശരീരസന്ധികളെ ബാധിക്കുന്ന രോഗമാണ്. അപ്പം അതിൽ തന്നെ ഒരു 3-4 പ്രധാന വിഭാഗങ്ങളുണ്ട്. ഈ ജോയിൻറ്റിൽ നീർക്കെട്ടുണ്ടായിട്ട് വരുന്ന ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടാണ്. പക്ഷെ അത് പ്രധാനപ്പെട്ട ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ളൊരു വിഭാഗമുണ്ട്. അതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, നമ്മുടെ സോറിയാറ്റിക് ആർത്രൈറ്റിസ്, റിയാക്റ്റീവ് ആൻഡ് സെപ്റ്റിക് ആർത്രൈറ്റിസ്, അങ്ങനെ പല വിഭാഗങ്ങളിലായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഭീകരമായ ആർത്രൈറ്റിസ്. അതെ 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 അതിലേറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ എല്ലാവരിലും കാണുന്നതുമായ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തന്നെയാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ആ സന്ധിയിലുള്ള അസ്ഥി, അതായത് ബോണിനും അതുപോലെ തരുണാസ്ഥികൾ, ബോൺ, നമ്മുടെ കാർട്ടിലേജിനും ഒക്കെ തേയ്മാനം സംഭവിക്കും. അപ്പോൾ അതിന് കേടുപാടുകൾ സംഭവിക്കും. അത് ഏജിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരും, അല്ലാതെയും പല കാരണങ്ങളുണ്ട്. ജനറ്റിക്കായിട്ട് ഈ നേരത്തെ അച്ഛനമ്മമാർക്ക് വരാൻ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കേടുപാടുകൾ ഈ സന്ധിയിലുള്ള അസ്ഥിക്കോ തരുണാസ്ഥി കാർട്ടിലേജിനോ ഒക്കെ ഉണ്ടാകുമ്പോൾ വരുന്ന ആ ഒരു സന്ധിയുടെ രോഗത്തെയാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. രണ്ടാമത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ളൊരു രോഗം പറഞ്ഞല്ലോ. അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ, അതായത് നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ നമ്മുടെ ശരീരത്തിനെതിരെ വർക്ക് ചെയ്യുമ്പം തെറ്റായ ചില മെസ്സേജ് കോഡിങ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് സന്ധികളിൽ ഇൻഫ്ലമേഷൻ, വീക്കം ഉണ്ടാവുന്ന രോഗമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അത് കുറച്ചുകൂടി ചികിത്സിച്ച് മാറ്റാൻ കുറച്ചുകൂടി സമയമെടുക്കുകയും കുറച്ചുകൂടി അതിന് കുറച്ച് സ്റ്റേജസും ഒക്കെയുള്ള ഒരു തരം ആർത്രൈറ്റിസാണ്. മൂന്നാമത് സോറിയാറ്റിക് ആർത്രൈറ്റിസും ഇതുമാതിരി ഇമ്മ്യൂൺ സിസ്റ്റം എതിരായിട്ട് സോറിയാസിസുമായിട്ടനുബന്ധിച്ച് ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന ആർത്രൈറ്റിസും. പിന്നെ സെപ്റ്റിക് ആർത്രൈറ്റിസും നമ്മുടെ ഈ സെപ്റ്റിക് ആർത്രൈറ്റിസ്, റിയാക്റ്റീവ് ആർത്രൈറ്റിസും ഒക്കെ ഇൻഫെക്ഷൻ കൊണ്ട് ഈ സന്ധി ജോയിൻറ്റിനുണ്ടാകുന്ന ആ നീർക്കെട്ടും തുടർന്നുണ്ടാകുന്ന അസുഖവുമാണ് ഈ റിയാക്റ്റീവ് ഓർ ഈ പറഞ്ഞ സെപ്റ്റിക് ആർത്രൈറ്റിസുകൾ. ഇതൊക്കെ ചികിത്സിച്ച് നമുക്ക് ആയുർവേദത്തിലൂടെ തന്നെ മാറ്റാൻ സാധിക്കും. തീർച്ചയായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ആയുർവേദത്തിന് അത് വളരെ സാധ്യതയുണ്ട്. ഒരു തമാശയായിട്ട് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ വാതരോഗങ്ങൾ എന്നാണ് പൊതുവിൽ ഇതിനെയെല്ലാം പറയുന്നത്. അപ്പോൾ ഈ വാതരോഗങ്ങൾ ചികിത്സിച്ചിട്ട് ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മരുന്നുകൾ എന്നൊരു ചെറിയ ലിമിറ്റേഷനുണ്ട്. പലപ്പോഴും ഒരു സർജറിയിലേക്കൊക്കെ പോകേണ്ടി വരുന്നുണ്ട്. പക്ഷെ ആയുർവേദത്തിൽ ഔഷധം കൊണ്ട് തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. പക്ഷേ കുറച്ച് സമയം നമുക്ക് ആ ചികിത്സ ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ ഒരു പേരുദോഷം, കാരണം ഈ വാദം ചികിത്സിച്ചിട്ടാണ് ആയുർവേദം പതുക്കെ മാറുള്ളൂ എന്നുള്ളൊരു പേര് കിട്ടിത്തുടങ്ങിയത്. അതെ, എനിക്ക് തോന്നുന്നത് ഈ ഒരു ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് തന്നെ ലോങ് ലൈഫിൽ വരുന്നതാണ്, അല്ലേ? കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ ആയുർവേദത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പഴകി പോയി കഴിഞ്ഞാലാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡ്യൂറേഷൻ കൂടുന്നത്, അല്ലേ? അപ്പോൾ ഈ പഴകി പോയതിനെ എങ്ങനെയായിരിക്കും ഒരു ചികിത്സാ രീതി എങ്ങനെയായിരിക്കും കണ്ടുവരുന്നത്? അതിൽ പ്രധാനമായിട്ട് ചികിത്സ ഈ ആർത്രൈറ്റിസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ സംബന്ധിച്ച് 2 ഘട്ടമായിട്ട് നൽകണം. അപ്പോൾ ഇതിലൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ഈ വാതരോഗം വരുമ്പോൾ, ഇപ്പോൾ ഒരു ജോയിൻറ്റിന് പെയിൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു തൈലം വാങ്ങിച്ച് പുരട്ടി അത് മാറും എന്നുള്ളൊരു ധാരണ, തെറ്റായ ധാരണ സമൂഹത്തിലുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആവില്ല. പലപ്പോഴും അത് നെഗറ്റീവായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഒരു ചെറിയ ആശ്വാസം കിട്ടുമെങ്കിലും അത് പൂർണ്ണമായിട്ട് മാറില്ല. അപ്പം അത് 2 ഫേസാണ് അതിന്. ആദ്യം സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ, അവിടെ ആ ഒരു നീർക്കെട്ടിനെ നമ്മൾ ചികിത്സിക്കണം. ആ നീര് മാറിയതിന് ശേഷം മാത്രമേ
രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകാൻ പാടുള്ളൂ. രണ്ടാമത്തെ ഘട്ടമാണ് ഇതിൽ വരുന്ന തേയ്മാനം, ഇതിൽ വരുന്ന ഡീജനറേഷൻ എന്ന് പറയും. ഈ ടിഷ്യൂസ്, കോശങ്ങളൊക്കെ അപചയം സംഭവിച്ച് വരുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസ്. അതിനെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഇൻഫ്ലമേഷൻ, ഈ നീർക്കെട്ടിനെ മാറ്റിയതിന് ശേഷം മാത്രമാണ് ഈ ഡീജനറേഷനെ, അതായത് ഈ അപചയം, കോശങ്ങൾക്ക് സംഭവിച്ച അപചയത്തെ ശരിക്കും നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. അത് ഈ ഈ 4 ഘട്ടത്തിലും വരുന്ന ആർത്രൈറ്റിസിന്, ഈ 4 ആർത്രൈറ്റിസിനും ഈ സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ, നമ്മുടെ ആയുർവേദത്തിൽ അതിന് ആമാവസ്ഥ എന്നൊക്കെ പറയും. സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷനാണ്, അത് നീർക്കെട്ടാണ്. അപ്പോൾ അതാദ്യം ചികിത്സിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന മറ്റ് ഈ എണ്ണയിടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. അല്ലെങ്കിൽ അത് ചിലപ്പം അത് കൂടിയെന്നും ഇരിക്കും. അങ്ങനെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ ആർത്രൈറ്റിസ് ഉള്ള രോഗികൾ ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കാൻ പാടുള്ളൂ, അങ്ങനെ അതിലൊരു ഇതെന്ന് പറഞ്ഞാൽ വാദം, പ്രത്യേകിച്ച് വാദം, ഇത് നാഡീവ്യൂഹങ്ങളെയും കൂടി അതിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ ചലനമാണ് ഇവിടെ ബാധിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ തന്നെ പെയിൻ, വേദന, സന്ധിക്കുണ്ടാവുന്ന വേദന, സന്ധിക്കുണ്ടാവുന്ന നീർക്കെട്ട്, നല്ല ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുണ്ടാവും. പിന്നെ ചലനം, സന്ധിയുടെ പ്രധാന കർമ്മം നമ്മൾ ചലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യർക്ക് ചലിക്കാൻ കഴിയാത്തതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആ ചലനത്തെയും കൂടി ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ആർത്രൈറ്റിസിനെ സംബന്ധിച്ച് ഏറ്റവും ദുഷ്കരമായ കാര്യം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം, ചലനത്തെ നിയന്ത്രിക്കുന്ന വാദം എന്നുള്ളൊരു ഫാക്ടറുണ്ട്. വാദം, പിത്തം, കഫം, 3 ദോഷങ്ങളുടെ വാദം എന്നുള്ള ചലനത്തെ എന്ന്. അപ്പം ഇത് വാദത്തിന് ശീതം എതിരാണ്. ശീതം എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വാദത്തെ കൂട്ടും. അതുകൊണ്ടാണ് ഈ തണുപ്പ് കാലത്ത് ഇത് കൂടുകയും ചെയ്യും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിൽ കുളിക്കണം എന്ന് പറയുന്നത് ഈ ചൂട് കാലത്ത് വേണമെന്നില്ല. പക്ഷേ ഇപ്പം മഴയൊക്കെയുള്ള വളരെ തണുപ്പായിട്ടുള്ള കാലാവസ്ഥയിൽ ഈ തണുപ്പടിക്കുമ്പോൾ ഈ വാദത്തെ കൂട്ടും. അപ്പോൾ വേദനയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് അങ്ങനൊരു പ്രിക്കോഷൻ പറയുന്നത്. അതിലുപരി ഇപ്പം പ്രശ്നമുള്ള മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇപ്പം കൂൾ ഡ്രിങ്ക്സ്, ഫ്രിഡ്ജിലെ റെഫ്രിജറേറ്റർ ആയിട്ടുള്ള വെള്ളം, അത് ശരിക്കും നല്ല തണുപ്പാണ് റെഫ്രിജറേറ്റർ ആയിട്ടുള്ളത്. അത് ഈ പലപ്പോഴും പഥ്യത്തെക്കുറിച്ചൊക്കെ തെറ്റായ ധാരണകളുണ്ട്. ഇപ്പം ഇത് പഥ്യം ഈ മാംസവും മത്സ്യവും ഒക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ആ രോഗത്തിനും രോഗിക്കും അനുസരിച്ചാണ് പഥ്യം. അപ്പോൾ ഇതിന് ശീതം, തണുപ്പിനെയാണ് മാറ്റണം. അല്ലാതെ അവിടെ ഒരു സൂപ്പ് കുടിച്ചാലോ ഒരു മാംസം കഴിച്ചാലോ അവിടെ വിഷയമല്ല. അതേസമയം ഒരു ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം, റെഫ്രിജറേറ്റർ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കഴിച്ചാൽ ഇത് കൂടും. അതാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ തെറ്റായ ധാരണകൾ നമുക്ക് മാറ്റി കൃത്യമായിട്ട് അതിനെ നമ്മൾ സമീപിച്ചാൽ കൃത്യമായ ആയുർവേദ ചികിത്സയിലൂടെ ഇതിനെ മാറ്റാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നവും ഇതുപോലെ ഉണ്ട്. ഇന്നിപ്പോൾ എല്ലാ വീടുകളിലും ടൈൽസാണ്, സെറാമിക് ടൈൽസ്, മാർബിള്, ഇതൊക്കെയാണ്. അപ്പോൾ ഈ എത്ര മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ ഈ കാലിൽ ചെരുപ്പിടാതെ വീട്ടിനകത്ത് നിന്നാൽ അത് വാദത്തെ കൂട്ടും, ആർത്രൈറ്റിസിനെ കൂട്ടും. ആർത്രൈറ്റിസ് ഇല്ലാത്ത ആളുകൾക്കും ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സെറാമിക് ടൈൽസ് ഉള്ള അല്ലെങ്കിൽ മാർബിളുള്ള ഫ്ലോറിൽ നമ്മൾ ചെരുപ്പിട്ട് തന്നെ അകത്ത് ചെരുപ്പിടണം എന്നുള്ളൊരു പ്രിക്കോഷനും കൂടി എടുക്കേണ്ടതാണ്. ആർത്രൈറ്റിസ് രോഗികൾ തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധിക്കുകയും വേണം. അല്ലെങ്കിൽ എന്ത് ചികിത്സ ചെയ്താലും കുറയില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു ചെറുപ്പമായിട്ടുള്ള ആളുകൾക്ക് പോലും ആർത്രൈറ്റിസ് വരുന്നതിന്റെ ഒരു റീസൺ ഈ ഒരു ടൈൽസും അതൊരു പ്രധാന റീസണാണ്. കാരണം ഈ സെറാമിക് ടൈൽസും മാർബിളും ഒക്കെ നമുക്കൊരു നിശ്ചിതമായ താപനില നമ്മുടെ ദേഹത്ത്, പ്രത്യേകിച്ച് കാലിൻ്റെ ഭാഗമാണ് കൂടുതൽ ടച്ച് ചെയ്യുന്നത് ഈ ഫ്ലോറുമായിട്ട്. അപ്പോൾ ആ ഇത് ശീതം, തണുപ്പാവുമ്പോൾ ഇത് ഈ ആർത്രൈറ്റിസ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആർത്രൈറ്റിസ് എന്താണ്, എന്തുകൊണ്ടാണ് ആർത്രൈറ്റിസ് വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഇനി അടുത്തൊരു പാർട്ടായിട്ട് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ആർത്രൈറ്റിസിൻ്റെ ചികിത്സകളെക്കുറിച്ചും ഭക്ഷണ രീതികളെക്കുറിച്ചും എങ്ങനെ ആർത്രൈറ്റിസിൽ നിന്ന് നമുക്ക് മുക്തി നേടാം ആയുർവേദ ചികിത്സയിലൂടെ എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.